കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പോണ്ടിച്ചേരിക്ക് ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് ലീവൊക്കെ അടുപ്പിച്ച് കിട്ടിയപ്പോൾ എന്നാ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ എടപ്പള്ളിയിലുള്ള അമ്പലത്തിലും കൂടി കയറിയിട്ടാണ് പോയത്. രാവിലെ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് കേട്ടോ പോണ്ടിച്ചേരിക്ക് പോകുന്നത്. ആദ്യം വിചാരിച്ചത് ട്രെയിനിൽ പോകാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ പോണ്ടിച്ചേരി മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാറിലാകുമ്പം നമുക്ക് പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും കയറാലോ. അതുകൊണ്ടാണ് നമ്മൾ പാലക്കാട് വഴി പോകാമെന്ന് വിചാരിച്ചത്. അപ്പൊ പാലക്കാടും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാലക്കാട് വഴി പോകാമെന്ന് തീരുമാനിച്ചത്. ഒരു 2-3 എപ്പിസോഡായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളും എന്റെ കൂടെ വായോ. റോഡ് പണി നടക്കണ കാരണം കൊണ്ട് ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മണ്ണൂത്തിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ. ദൈവമേ, പെട്ടുപോയോ എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ മാറിയിട്ടോ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടോൾ എടുക്കേണ്ട സ്ഥലം എത്തിട്ടോ. അങ്ങനെ ടോളും കൊടുത്ത് കുതിരാൻ തുരങ്കമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് നല്ല ഇതുപോലത്തെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളായിരിക്കും ഇവിടെ കാണാൻ പറ്റും. എന്ത് രസമല്ല ഇതൊക്കെ കാണാനായിട്ട്. നല്ല കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ റോഡിലൊരു കട ഉണ്ടപ്പം അവിടെ ഇറങ്ങി കട്ടൻ ചായ കുടിച്ചു. പിന്നെ ചിപ്സും പണ്ണൊക്കെ മേടിച്ചിട്ടോ. തലേ ദിവസം എനിക്ക് നല്ല കോൾഡായിരുന്നു കേട്ടോ രാവിലേക്ക്. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇന്നലെ രാത്രി ഓക്കെ ആയത്. ഇന്ന് വീണ്ടും ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചു. ഇനി ഇന്നെങ്ങാനും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കോൾഡിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു. തൃശ്ശൂർ പാലക്കാട് ഏരിയ ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലത്തെ കുറെ ഷോപ്പ് കാണാം. ഹോട്ട് ചിപ്സ് എന്നും പറഞ്ഞിട്ട് നല്ല വെറൈറ്റി ചിപ്സ് ഒക്കെ ഉണ്ടാകും അവിടെ. നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് കേട്ടോ അടുത്ത ടോള് കൊടുക്കാനുള്ള സ്ഥലവും എത്തി. ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയായിരുന്നു ശരിക്കും നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞ് വരുമ്പം എത്ര സ്ഥലത്ത് ടോള് കൊടുക്കേണ്ടി വരും എന്ന്. പോണ്ടിച്ചേരി ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും പറയാട്ടോ നമ്മൾ എവിടെയൊക്കെ എത്ര ടോളൊക്കെ കൊടുത്തു എന്നുള്ളത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിട്ടോ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി ഉൾഗ്രാമങ്ങളിലൂടെ കേട്ടോ പൊക്കോണ്ടിരിക്കും. കൊച്ചിയിലെ ഒരു തിരക്ക് പിടിച്ച റോഡും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെ കൂടെയുള്ള യാത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നല്ലൊരു റിലീഫായി. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വയലൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അവിടെ നിർത്തിയിട്ട് ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ പാലക്കാട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരോട് ചോദിച്ചിരുന്നു അവിടെ എന്താ സ്പെഷ്യലായിട്ട് കാണാനൊക്കെ ഉള്ളത്. അവർ പറയുന്നത് അവരുടെ കുന്നും മലയും പാടമൊക്കെയാണ്. പക്ഷെ അവർക്ക് സ്ഥിരം കാണുന്നതുകൊണ്ട് അതൊരു പ്രത്യേക ഒരു പുതുമയൊന്നും തോന്നില്ല. പക്ഷെ വല്ലപ്പോഴും കാണുന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ. ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്ത സ്ഥലം സീതാർകുണ്ട് വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. കുറെ റീൽസിലൊക്കെ എല്ലാവരും തന്നെ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇവിടെ ഇറങ്ങിയിട്ട് ആ ഒരു വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പോയില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്കുള്ള റോഡ് വളരെ മോശമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ വീണ്ടും കുറെ വയലും പാടവും ഒക്കെ കണ്ടു. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിരുന്ന സീതാർകുണ്ട് വാട്ടർഫോൾസിന്റെ ആ ഭാഗം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈ സിനിമയിലൂടെയൊക്കെ കുറെ ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാനായിരുന്നു കേട്ടോ. അതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ വെട്ടം, ഹൃദയം, മേഘം തുടങ്ങിയ ഒട്ടനവധി സിനിമകളിലൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റേഷനെ പറ്റി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെട്ടം സിനിമയിലെ ആ ഒരു സീനൊക്കെ ആയിരിക്കും അല്ലെ. അവിടെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അവിടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാരും കണ്ടില്ലായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒക്കെ നടന്ന് അവിടുത്തെ മരത്തിന്റെ വള്ളിയുമൊക്കെ പിടിച്ച് നല്ല രസമായിരുന്നു. റെയിൽവേ സ്റ്റേഷനും കണ്ട സമയം ഏകദേശം ഒരു 2-2:30 ആയിട്ട് കാണുമായിരുന്നു. വിശപ്പിന്റെ വിളിയാണെങ്കിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ. രാവിലെ ആണെങ്കിലും മര്യാദയ്ക്കൊന്നും കഴിച്ചൊന്നുമില്ല. ചിപ്സും ബണ്ണൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. ഈ സമയത്ത് 2 മണി ആ സമയത്ത് മിക്ക ഹോട്ടലുകൾ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നോക്കി ഒരു ചെറിയൊരു വീടിന്റെ സൈഡിൽ ഒരു നാടൻ ഭക്ഷണശാല എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തോരനും അവിയലും പപ്പടവും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഒരു ഊണ് കഴിച്ചിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ കേരളം ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടോ. പൊള്ളാച്ചി റൂട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡ് ഫുള്ള് തെങ്ങുകളോണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പൊള്ളാച്ചിയിലെ വേറൊരു ഫേമസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കാറ്റാടിപ്പാടങ്ങളാണ്. പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാറ്റാടികൾ കാണാൻ പറ്റിയായിരുന്നു. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേക്കും അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നെത്തുകയായിരുന്നു കേട്ടോ.
നമ്മളതിൻ്റെ ഏറ്റവും അടുത്തെത്തിയപ്പോഴേക്കും അവിടെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് അവിടെ ശരിക്കും മനസ്സിലായത് അവിടെ നല്ല കാറ്റാണ്. ഇറങ്ങി ഒരു രക്ഷയില്ല അവിടെ ഇറങ്ങി നിൽക്കാനായിട്ട്. നമ്മൾ അവിടെ നിന്നപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ എന്ത് ഹൈറ്റാണ് അതിന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ യാത്ര തിരിച്ചു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ റോഡുകളെ പറ്റി ഒരു രക്ഷയില്ല കേട്ടോ പറയാനായിട്ട്. എന്ത് രസമാണ് ആ റോഡുകൾ. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. ഓടിക്കണ ആൾക്കാണെങ്കിൽ നല്ലൊരു കംഫർട്ടായിരുന്നു ഇങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും അധികം നീറ്റും ഹൈജീനൊന്നും ആയിരിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ മാറി കേട്ടോ. അവിടെ നല്ല ഹൈജീനും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഷ്റൂംസൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഹൈവേയിലൊക്കെ ഇങ്ങനത്തെ വാഷ്റൂംസൊക്കെ എന്തായാലും അവർ നല്ലോണം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് കുറേ ലോറിയിലും വണ്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തക്കാളി കൊണ്ടുപോകുന്ന കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ തക്കാളി കൃഷിയൊക്കെ കൂടുതലുണ്ടായിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രിച്ചിയിലാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് എന്തായാലും ഇന്ന് പോണ്ടിച്ചേരി എത്തൂല. അപ്പോൾ ട്രിച്ചിയിൽ സ്റ്റേ ചെയ്ത് നല്ലോണം ഉറങ്ങിയിട്ട് രാവിലെ ഡ്രൈവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിച്ചിയിലെത്തി കേട്ടോ. അവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് ശ്രീരംഗനാഥ് ടെമ്പിളിലോട്ട് പോയിട്ടോ. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ നട അടച്ചായിരുന്നു. പക്ഷെ അകത്ത് അല്ലാതെ അവിടെയൊക്കെ ചുറ്റിയൊക്കെ കയറാനും കാണാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ആ ഒരു ടൗണിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ. കുറച്ച് നേരം നടന്നു. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കുറേ പ്രാവശ്യം ഞാൻ കണ്ട ഒരു സാധനമാണ് ഈ ഒരു വണ്ടി. ഇതെന്താ ഇവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മരിച്ച ആൾക്കാരെയൊക്കെ ഈ കൊണ്ടുപോകുന്ന വണ്ടിയാണിത്. ഈ സമയത്ത് പിന്നെ അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ തട്ടുകടകളായിരുന്നു. അവിടെ ദോശ ഇഡലിയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ചിക്കനൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഒരു ദോശ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുട്ട ദോശയും പൊടി ദോശയൊക്കെ മേടിച്ചു. അപ്പോൾ ആ ചേച്ചി ഞങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പം കേരളത്തിലെ ചമ്മന്തിയാണോ ഇവിടുത്തെ ചമ്മന്തിയാണോ ഇഷ്ടം, അവിടുത്തെ അങ്ങനെയാണ് വയ്ക്കുന്നത്, ഇവിടെ ഇങ്ങനെയാണ് വയ്ക്കുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ചേച്ചിയോടൊക്കെ സംസാരിച്ചിരിക്കണം. അങ്ങനെ ദോശയും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ഫ്രം ഷെയ്ഡ്സ്.